മക്കളെ അപ്പൊ നമ്മുടെ PYQ സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് നോക്കിയാലോ. നമ്മളോട് പറഞ്ഞത് ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്ടാംഗിൾ. ചിത്രത്തിൽ ABCD എന്താണ്? ഒരു ചതുര തന്നിട്ടുണ്ട്. ഇഫ് വി പുട്ട് എ ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ഇറ്റ്, അതായത് നമ്മൾ നോക്കാതെ ഒരു കുത്തിടുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ ഷെയ്ഡ് റീജിയൻ? നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാൻ സാധ്യത എത്രയെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ ഈസ് ഈക്വൽ ടു, നമ്മൾ നോക്കണം ഇതിൽ എത്ര ഈക്വൽ പാർട്സ് ഉണ്ട് മക്കളെ? 2 ഈക്വൽ ട്രയാങ്കിൾസ് ഇല്ലേ? അതിലൊരു പോർഷൻ അല്ലേ എന്ത് ഷെയ്ഡ് ചെയ്ത ഭാഗം. ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ. അതായത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താവാനുള്ള സാധ്യത പറഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ എത്ര ഉണ്ട്? ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഒറ്റ പോർഷൻ ആണ് 1 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഇതിൽ? 2. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡ് റീജിയൻ എത്ര കിട്ടി മക്കളെ? നമുക്ക് 1/2 എന്ന് കിട്ടിയ. അപ്പൊ മക്കളെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇൻ ദ ഫിഗർ PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ചിത്രത്തിൽ PQRS എന്താ മക്കളെ? ഒരു ചക്രീയ ചതുർഭുജ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 കോണുകളും തന്നിട്ടുണ്ട്, 3 ആംഗിൾസും തന്നിട്ടുണ്ട്. എന്താ നമ്മളോട് ഞാൻ ആദ്യം ചോദിച്ചത്? ആംഗിൾ PRQ, അതായത് PRQ പറഞ്ഞ ആംഗിൾ എത്രയെന്ന് നമ്മളോട് ചോദിച്ചാൽ, അതായത് ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഏത് കൺസെപ്റ്റ് മക്കളെ? ആംഗിൾ ഇൻ എ സെയിം സെഗ്മെന്റ്. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമാണ് പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം നമുക്കറിയാം ഈ കോൺ 50 ആണെങ്കിൽ ഈ കോൺ എത്ര ആക്കണം മക്കളെ? 50 ഡിഗ്രി എന്ന് വരും. അതായത് ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. കാരണം PSQ എത്രയാണ്? 50 ഡിഗ്രി ആണ്. അപ്പൊ PRQ എത്ര തന്നെയാക്കണം മക്കളെ? 50 ഡിഗ്രി എന്ന് വരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. എന്താ നമ്മളോട് ബി ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആംഗിൾ PRS. ഏത് PRS മക്കളെ? PRS പറഞ്ഞ് ഈ ആംഗിൾ അല്ലേ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം PQS പറഞ്ഞ ഈ ആംഗിൾ 65 ആണ്. ഇത് 65 ആണെങ്കിൽ ഇതും 65 ആക്കണം. സെയിം കൺസെപ്റ്റ്. അപ്പം 65 ആണെങ്കിൽ ഇത് എത്ര കിട്ടും മക്കളെ? നമുക്ക് 65 ഡിഗ്രി എന്ന് കിട്ടും. അതായത് PQSും PRSും എന്താക്കാരം മക്കളെ? ഈക്വൽ ആക്കാരം. അപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടി? നമുക്ക് 65 ഡിഗ്രി എന്ന് കിട്ടി. എന്താണ് സി ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആംഗിൾ RQS, അതായത് RQS ഈ ആംഗിളും കൂടി കണ്ടുപിടിക്കണം നമുക്ക്. അതും സെയിം കൺസെപ്റ്റ് പ്രകാരം RQSും RPSും ഈ 2 ആംഗിൾസും എന്താക്കാരം? ഈക്വൽ ആക്കാരം. അപ്പൊ ഇത് 35 ആണെങ്കിൽ ഇത് എത്ര വരും മക്കളെ? 35 ഡിഗ്രി എന്ന് വരും. അതായത് നമുക്ക് സി ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടി? 35 ഡിഗ്രി എന്ന് കിട്ടി. ഇതെല്ലാം ഏത് കൺസെപ്റ്റ് വെച്ചാണ്? ആംഗിളിനെ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ ആണെന്ന കൺസെപ്റ്റ് വെച്ച് നമുക്ക് 3 ആംഗിൾസും കിട്ടി. ഇനി എന്താ അടുത്ത് ചോദിച്ചാൽ നമ്മളോട്? ആംഗിൾ QPR, അതായത് QPR ഈ ആംഗിൾ അല്ലേ നമുക്ക് വേണ്ടത്? QPR പറഞ്ഞ ആംഗിൾ, ഈ ആംഗിൾ ഇതിനോട് ഈക്വൽ ആക്കാരം. QPRും QSRും ഈ 2 ആംഗിൾസും ഈക്വൽ ആക്കാരം. പക്ഷെ നമുക്ക് 2 ആംഗിളും തന്നിട്ടില്ല. ഈ 2 ആംഗിൾ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാൻ. പക്ഷെ നമുക്ക് 2ഉം തന്നിട്ടില്ല. നമുക്കത് 2ഉം ഈക്വൽ ആണെന്ന് അറിയാം. പക്ഷെ എങ്ങനെ അത് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. ഇനി PQRS സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ചക്രീയ ചതുർഭുജാണെങ്കിൽ എന്താ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയ 180 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടി എത്ര കിട്ടിയാൽ മതി? 150 ഡിഗ്രി കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ Rഉം Pയും ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? എതിർ കോണുകളല്ലേ? ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടണം? നമുക്ക് 150 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ കോണ് കാണാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 150 ഡിഗ്രി കിട്ടണം. അതിന് എന്തൊക്കെ കുറച്ചാൽ മതി നമുക്ക്? ഇവിടെ 35ഉം 65ഉം 50 അല്ലേ? അതായത് 35 + 65 + 50 എന്ന് വരും. ഈസ് ഈക്വൽ ടു 180 മൈനസ് 35ഉം 65ഉം കൂട്ടിയാൽ നമുക്ക് 100 എന്ന് അറിയാം. 100ഉം 50ഉം കൂട്ടിയാൽ 150 എന്ന് വരും. ഈ സിക്കൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 30 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. അതായത് ഈ ആംഗിൾ എത്ര കിട്ടി? നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ. മൊത്തം കൂട്ടുമ്പോൾ 150 ഡിഗ്രി കിട്ടിയാൽ മതി. ആ കൺസെപ്റ്റ് വെച്ച് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് എത്ര കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്താ നമ്മളോട് ലാസ്റ്റ് ചോദിച്ചത്? ആംഗിൾ PSR. PSR പറഞ്ഞ ഈ ടോട്ടൽ ആംഗിൾ PSR, അതായത് ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ് നമ്മളോട് ചോദിച്ചു. അപ്പൊ നമുക്കിത് 30 കിട്ടിയില്ലേ? ഇത് 30 കിട്ടുകയാണെങ്കിൽ മേലത്തെ ആംഗിൾ 30 തന്നെയല്ലേ കാരണം? അപ്പൊ ഇതും 30 ആണ്. അങ്ങനെയാണ് PSR പറഞ്ഞ ഈ ടോട്ടൽ ആംഗിൾ അല്ലേ? അതായത് 50 + 30 നമുക്ക് എത്ര കിട്ടും മക്കളെ? 80 ഡിഗ്രി ആൻസർ കിട്ടും.